ഉണ്ണി വിടിയില്ലേ? ഇവിടെ ഉണ്ടാവും. വേറെ എവിടെ പോവാനാ? ഇവിടെ വെക്കുക. ഞാൻ പൈസ എടുത്തിട്ട് വരണം. ഇല്ല, തിരുമേനി നടന്നോ, ഞാൻ എടുക്കാം. ഞാൻ എടുത്തോളാം. വരിക. നീ പിന്നെ പുതിയ ഷൂ വാങ്ങിച്ചോ? അതെന്റെ ഷൂ ഒന്നല്ല, അത് സിറായിന്റെ ഷൂ ആ. എന്തുണ്ട്? എന്തിനാ? അതൊക്കെ പോയിട്ട് തിരക്കുള്ളതാ. അതൊക്കെ തരിക. ഇവിടെ നിക്ക്, ഞാൻ പൈസ എടുത്തിട്ട് വരാം. എടാ പിന്നെ എന്തുണ്ട്? സിറാജ് എന്നാടാ പൂജാമുറിയില്. അതാണോ? അതോ നിസ്കരിക്കാൻ വേണ്ടി കയറിയോ? നിസ്കരിക്കേ? ഈ വീട്ടില് വൃത്തിയുള്ള ഒരു റൂം വേണമെന്ന് അവൻ പറഞ്ഞു നിസ്കരിക്കാൻ. ഇവിടെ നമ്മുടെ പൂജാമുറിയല്ലേ ഏറ്റവും വൃത്തിയുള്ളത്, അതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിന്റെ വില എന്താണെന്നറിയോ എനിക്ക്? നീ ആരോട് വേണമെങ്കിലും കൂട്ടുപിടിക്കാം, പക്ഷെ ഇങ്ങനെ എല്ലാരെയും വീട്ടിൽ വിളിച്ച് കയറ്റല്ലേ. മോനെ വന്നോളൂ. അമ്മയും കണക്കാം, മോനും കണക്കാം. രണ്ടിനൊരു ബോധമില്ല. അതൊന്നും കാര്യാക്കണ്ട മോനെ, രാവിലെ ഒന്നും കഴിക്കാത്തതല്ലേ, കഴിച്ചോളൂ. എടുത്തോളാ. അച്ഛാ, അച്ഛൻ ചെയ്യുന്നൊന്നും ശരിയല്ല. ജോലെ പോലെ ഒരു മിനിറ്റ്. അച്ഛൻ എന്തറിഞ്ഞിട്ടാ കഴിഞ്ഞ കൊല്ലം അച്ഛന്റെ കാല് പൊട്ടി കിടന്നപ്പോ ഹോസ്പിറ്റലാക്കിയിട്ട് 4 കുപ്പി ബ്ലഡ് അച്ഛന് കയറ്റിയത് അറിയോ? ആ ബ്ലഡ് വന്ന് സിറാജിന്റെ ഇക്കയും പിന്നെ ഈ നിൽക്കുന്ന ജോയലേട്ടനും കൂടിയാ. അച്ഛൻ അതറിയോ? അങ്ങനെയാണെങ്കിൽ അച്ഛന് പൂജാമുറി കയറാൻ പറ്റുമോ? മതവും പറഞ്ഞ് നടക്കുന്ന ഇന്നത്തെ കാലത്ത് ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ആരോഗ്യം നോക്കുന്നില്ലല്ലേ? ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാം ഒരേല്ലേ? പോട്ടെ പോ. അമ്മ എന്നാലും ഓക്കെ. പെരുന്നാളിന് വരണേ. പെരുന്നാളിന് കേട്ടോ. ഓക്കെ.